മനോഹരമായൊരു സൂഫി കഥ പറയാം. ഒരു സൂഫി, ഭൗതികതയോട് ഒട്ടും താല്പര്യമില്ലാത്ത വളരെ ഫക്കീറായൊരു സൂഫി ഒരു ദിവസം മക്കയിലേക്ക് ഉംറ തീർത്ഥാടനത്തിന് പോയി. അങ്ങനെ മക്കയിലെത്തിയപ്പോൾ ഒരു ബാർബർ ഷാപ്പിൽ കയറി. ആ ഒരു ബാർബർ ഷാപ്പിൽ കയറിയപ്പോൾ ഒരു ധനികനായ ഒരാളെ മുടിവെട്ടി കൊടുക്കുകയാണ് ആ ഒരു ക്ഷുരകൻ. ആ സമയത്താണ് ഈ ഫക്കീറായ സൂഫി അവിടെ എത്തുന്നത്. പക്ഷേ ആ ബാർബർ ഷാപ്പ് ഉടമ വേഗം വെട്ടിത്തീർത്തിട്ട് ഈ ഒരു ഫക്കീറായ സൂഫിയുടെ മുടിയൊക്കെ വെട്ടി വളരെ സുന്ദരനാക്കി കൊടുത്തു. വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ കയ്യിലുള്ള പണം ബാർബർക്ക് കൊടുക്കാൻ നേരത്താണ് ബാർബർ പറഞ്ഞത്, ഒരിക്കലും വേണ്ട, അങ്ങയുടെ മുടി വെട്ടാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യം, അതുകൊണ്ട് എൻ്റെ വക അങ്ങേക്കൊരു സമ്മാനം എന്ന് പറഞ്ഞ് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ആ ഒരു ബാർബർ അങ്ങോട്ട് കൊടുത്തപ്പോൾ സൂഫി അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ഒരു ഫക്കീറാണ്, അദ്ദേഹം അത് സ്വീകരിച്ചിട്ട് നടന്നുപോയി. അപ്പോഴാണ് വളരെ വലിയൊരു ബിസിനസ്സുകാരൻ ആ വഴി വന്നത്. അദ്ദേഹം ഈ ഫക്കീറായ സൂഫിയെ കണ്ടപ്പോൾ ആ സൂഫിയോട് സംസാരിച്ചു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹം ഒരു കിഴി നിറയെ സ്വർണ്ണ നാണയങ്ങൾ ഈ ഫക്കീറായ സൂഫിക്ക് സമ്മാനിച്ചു. ആ സമ്മാനം സന്തോഷപൂർവ്വം സ്വീകരിച്ച ആ സൂഫി ചെയ്ത കാര്യം എന്താണെന്നറിയോ? നേരെ ഈ ബാർബർ ഷാപ്പിലേക്ക് വന്നു. തനിക്ക് സൗജന്യമായി മുടിവെട്ടിത്തരിക എന്ന് മാത്രമല്ല, തനിക്ക് ഇങ്ങോട്ട് സമ്മാനം തന്ന, താൻ അത്രയും സ്നേഹിച്ച ആ ബാർബർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? അങ്ങനെ തനിക്ക് കിട്ടിയ മുഴുവൻ സ്വർണ്ണക്കിഴികളും ആ ബാർബർക്ക് കൊണ്ടുകൊടുക്കാൻ പോവാണ്. അങ്ങനെ കടയിലെത്തിയിട്ട് ബാർബർക്ക് സമ്മാനിച്ചപ്പോൾ ആ ബാർബർ തിരിച്ചു ചോദിച്ചൊരു വാചകമുണ്ട്: ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ചെയ്തുന്നൊരു നന്മക്ക് നിങ്ങൾ എനിക്ക് പ്രതിഫലം നൽകുകയാണോ? അതെന്തുമാത്രം മോശമല്ലേ എന്ന് ചോദിച്ചു. സൂഫിയുടെ മനസ്സിൽ വളരെ വലിയ ചിന്തയുണ്ടാക്കി. നമ്മൾ നമ്മുടെ പടച്ച റബ്ബിന് ചെയ്യുന്ന ഓരോ ആരാധനകളും പടച്ച റബ്ബിന് വേണ്ടി ചെയ്യുന്ന ഇഷ്ടത്തോടു കൂടിയിട്ടാണെങ്കിൽ നമ്മളതിന് പ്രതിഫലം ആഗ്രഹിക്കാൻ പറ്റുമോ? പടച്ച റബ്ബിൻ്റെ ഇഷ്ടം മാത്രമല്ലേ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടത്? സൂഫിസത്തിൻ്റെ ഏറ്റവും വലിയ അകക്കാമ്പ് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെയാണ് ആ സൂഫി മനസ്സിലാക്കിയത്. ഒരു സൂഫി ഹൃദയമുള്ള ഒരാൾ പ്രതിഫലത്തിന് വേണ്ടിയിട്ടോ കൂലിക്ക് വേണ്ടിയിട്ടോ അല്ല ആരാധിക്കുന്നതും പടച്ച റബ്ബിനെ അനുസരിക്കുന്നതും. അങ്ങനെ വെറും ഒരു കൂലിക്കാരനല്ല, പടച്ച റബ്ബിൻ്റെ ഒരു ഇഷ്ടം, യജമാനനായ ദൈവത്തിൻ്റെ ഇഷ്ടം സമ്പാദിക്കുക. അവൻ എന്ത് നൽകുന്നോ, എന്ത് പരീക്ഷണങ്ങൾ നൽകുന്നോ, എന്ത് സന്തോഷങ്ങൾ നൽകുന്നോ, അത് മുഴുവനും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സ്വീകരിക്കാം. ഈ പാഠമാണ് ആ സൂഫി തൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കി. ഈ ഒരു സൂഫി കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഈ സൂഫി കഥ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ താഴെ കമൻറ്റ് ചെയ്യണേ.